നിങ്ങൾക്കറിയുന്നത് പോലെ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ വരുന്നുവെന്ന വാർത്ത ഈ നിമിഷത്തിൽ വരുന്നുണ്ട്. അസിത, ശരിക്കും ആലോചിച്ചെടുത്തൊരു തീരുമാനം തന്നെയായിരിക്കും. കാരണം പിണറായി വിജയൻ വേഴ്സസ് വി ഡി സതീശൻ നിയമസഭയിൽ നമ്മൾ ഒരുപാട് വീരോടെയുള്ള രംഗങ്ങളൊക്കെ കണ്ടു. ഇനി അത് തിരിച്ചാകുന്നു. മുഖ്യമന്ത്രിയായിട്ട് വി ഡി മറു റോളിൽ, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ പിണറായി വിജയൻ. ഇതുവരെ നമുക്ക് ആ കൗതുകം കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതെ, തീർച്ചയായും എസ്കേൻ. എന്തായാലും ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടതെന്തോ അത് നേരെ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു കൗതുകമുണ്ട്. പക്ഷേ എസ്കേൻ, എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു നിയമസഭാ സമ്മേളന കാലയളവിനായിരിക്കും ഇനി മുതൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഭരണപക്ഷത്തായിക്കോട്ടെ 102 സീറ്റിന്റെ മാൻഡേറ്റ് നേടി അധികാരത്തിൽ വരുന്ന സർക്കാരിൽ ഒരുപാട് യുവ MLA-മാരുണ്ട്. അവർക്ക് വളരെ സ്റ്റഡീഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളാണ്. ആ നിലയിൽ എല്ലാത്തിനെയും പൊളിറ്റിക്കലായി തന്നെ സമീപിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം വിഷയങ്ങളിൽ അവർ എടുക്കാൻ പോകുന്ന സ്റ്റാൻഡ് എന്താണെന്നുള്ളത് നമുക്കറിയാം. പിന്നീട് അതിനെ നയിക്കുന്നത് സ്വാഭാവികമായും വി ഡി സതീശനാകുമ്പോൾ അത് ആ നിരക്ക് അത് അധിക പ്ലസ് ആകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് AK ആന്റണിയുടെ ഒരു പ്രതികരണം വരികയാണ്. വി ഡി സതീശൻ AK ആന്റണി മുതിർന്ന നേതാവിനെ പോയി കണ്ട ശേഷം AK ആന്റണി മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും നിങ്ങൾ ആദ്യമേ പ്രതീക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മുൻകൂറായി തന്നെ അങ്ങനെ ഒരു നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം ജനകീയമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചിട്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ UDF നേരിട്ടത്. ഇപ്പോൾ ഈ KSRTC-യിലെ സൗജന്യ യാത്ര അടക്കം നാളെ മുതലാണ് വാസ്തവത്തിൽ പ്രാബല്യത്തിൽ വരേണ്ടത്. മെയ് 15 എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നാളെ നടക്കില്ല. അത് ഒരുപക്ഷെ നടപ്പിലാക്കുമായിരിക്കും. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് സ്കേൻ. അപ്പോൾ അതുൾപ്പെടെ അതുപോലെ ആശാ സമരത്തിൽ ആശമാരോട് ഉള്ള ഓണറേറിയത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ അപ്പോൾ ഇത്തരം ഒരുപാട് വാഗ്ദാനങ്ങൾ UDF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കാലത്ത് അധികാരത്തിലിരുന്ന LDF-നെതിരെ വിമർശനവുമായി ഉന്നയിച്ച കാര്യങ്ങളാണ് ഇത്തവണ അധികാരത്തിലെത്തുമ്പോൾ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നുവെന്ന് UDF മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നേരിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ വരികയാണ്, തർക്കങ്ങൾ വരികയാണ്, ചോദ്യങ്ങൾ വരികയാണ്. അപ്പോൾ അതിന് മറുപടി പറയാൻ സ്വാഭാവികമായും പിണറായി വിജയൻ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ AK ആന്റണിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള 5 വർഷക്കാലം എന്തൊക്കെ പ്രതിസന്ധി ഈ UDF സർക്കാർ നേരിട്ടാലും അതിന് കേരളത്തിന്റെ സാമ്പത്തിക നില അടക്കം, സാമ്പത്തിക ഭദ്രത തകർന്നു എന്നതടക്കമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് വരും. അപ്പോൾ അതിന് നേരിട്ട് മറുപടി പറയാൻ ഈ മറുഭാഗത്തുള്ളത് പിണറായി വിജയനാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ആ സർക്കാരിനെ നയിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അധികമായി ആ വിഷയത്തിൽ ഗ്രാഹ്യമുണ്ടായിരിക്കും എന്നുള്ളത് കൂടിയുണ്ട്. മാത്രമല്ല ഇത്തവണത്തെ സഭയുടെ മറ്റൊരു പ്രത്യേകത 3 BJP MLA-മാർ ഉള്ള നിയമസഭാ സമ്മേളന കാലയളവിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെയും ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സഭയിൽ വന്ന പല വിഷയങ്ങളിലും കേന്ദ്രത്തിന്റെ സമീപനങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടാകുകയും പല വിഷയങ്ങളിലും LDF-ഉം UDF-ഉം ഒരുമിച്ച് പ്രമേയം പാസ്സാക്കുകയും കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ അവിടെ നിന്നും അതിന്റെ ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അവിടെയും പലപ്പോഴും ആരോപണത്തിന്റെ വിമർശനത്തിന്റെ മുന നീളാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിലേക്കാണ് ആദ്യഘട്ടത്തിലെങ്കിലും. അപ്പോൾ അതിനും ഡയറക്റ്റ് മറുപടി പറയാൻ പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. മാത്രമല്ല 35 എന്ന് പറയുന്ന ചെറിയ സംഖ്യയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ചെറിയ സംഖ്യയുടെ ശബ്ദം അത്രമേൽ ഉച്ചത്തിൽ മുഴങ്ങേണ്ടതുണ്ട്. അതിന് അത്രമേൽ നല്ലൊരു ലീഡർ വരേണ്ടതുണ്ട്. ഞാൻ മുൻപും പറഞ്ഞു, ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടി ഒരു ഡിപ്ലോമാറ്റിക് കപ്പാസിറ്റിയാണ് വേണ്ടതെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ടത് ആത്യന്തികമായി ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോഴുള്ള അസ്വസ്ഥതകളൊക്കെ LDF-ന് പരിഹരിക്കപ്പെടണം, CPM-ന് പരിഹരിക്കപ്പെടണം. ഇനിയുള്ള 5 വർഷത്തേക്ക് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന നിലയിൽ ആ പ്രസ്ഥാനത്തെ പരുവപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കൂടി പ്രതിപക്ഷ നേതാവിനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പിണറായി വിജയൻ വേഴ്സസ് വി ഡി സതീശൻ എന്നുള്ളത് വളരെ നല്ല, ഏറ്റവും ആരോഗ്യകരമായ പൊളിറ്റിക്കലായ ഒരു ഇക്വേഷനായി മാറും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.